ഹലോ ഗേസ് 26 ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ കോഴികളുടെ ബിരിയാണിയാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ചക്ക ഉണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുകളുണ്ട്, പിന്നെ ചോറ്, അങ്ങനെ എല്ലാ വേസ്റ്റുകളും ഉണ്ട്. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒരു മന്തി തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. പിന്നെ അതാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. അതാണ് കോഴികൾ വലിച്ച് വാരി തിന്നാണ്, അറിഞ്ഞും മുറിഞ്ഞും തിന്നാണ്. ശകലം ചൂടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പ്രയാസം കോഴികൾക്കുണ്ട്. ചൂട് തണിയാൻ വെച്ചതായിരുന്നു, പക്ഷെ ഉമ്മ പോയിട്ട് തുറന്നിട്ട്, കോഴിനെല്ലാം തുറന്നിട്ട്. എന്താ നമ്മുടെ ഗിനിക്കോഴികൾ ഇങ്ങനെ പാഞ്ഞ് കളിക്കുകയാണ്. നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഗിനിക്കോഴികളാണിത്. അവിടെ നിന്ന് ഫുഡ് എടുക്കും, കൂട്ടിലേക്ക് വരും. ഗിനിക്കോഴികൾക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. പാമ്പിനൊക്കെ കണ്ടാൽ കൊത്തും. ആയിക്കില്ല, വലുതായാൽ കാണാം ഇതിൻ്റെ ഒരു കോലം. പറന്ന് എവിടെയെങ്കിലും പോകും. ഒരു കോഴി വന്നിട്ട് എൻ്റെ കാല് കൊത്തുക. എൻ്റെ കാലാണ് ഇഷ്ടം. ഇല്ല, കൊത്തിയില്ല. കോഴിക്കുട്ടികൾ തുള്ളാനും എന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. തുള്ളി വരിക. ഞാൻ തുറന്നാൽ ഇതങ്ങ് തുള്ളു. പോട് അങ്ങ് ഉള്ളു പോട്. എന്നെ കാണുന്ന സൈഡിലേക്ക് വരും. ഇങ്ങോട്ട് വെക്ക. തുറക്കുന്നുണ്ട്. തുള്ളരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. തുള്ളരുത്. അങ്ങോട്ടേക്ക് എല്ലാം തുള്ളുകയാണ്. അടക്ക് അങ്ങോട്ട്. തീറ്റ അങ്ങോട്ട് പോട്. തീറ്റ അങ്ങ് പോട്. എല്ലാം തുള്ളി, 3 നാളെല്ലാം തുള്ളി ചവിട്ടി പോകും. അതാണ് പേടി. തുള്ളല്ലേ, എനിക്ക് തീറ്റ തരാം. നമ്മളവർക്ക് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവർ തുള്ളൂല. അവരെ തീറ്റയാണ്, കുറച്ചേ വിടുള്ളൂ. കോഴിക്കുട്ടികളെ വിട. ആയിവാ, ഇങ്ങോട്ട് വെക്കാം. പാത്രത്തൊക്കെ ആയിട്ട് വരില്ല. ഇത് സാധാരണ വൃത്തിയായിട്ടാണ് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ തുള്ളുന്ന കണ്ടിട്ട്, വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടിട്ട് കൊടുത്തതാണ് ഫുഡ്. പാത്രമെല്ലാം വൃത്തിയാക്കി പേപ്പറൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുള്ളൂ. അപ്പോൾ പേപ്പർ ഇപ്പം മാറ്റണം. അങ്ങനെ കൂട്ട് കയറിയതാണ്. കൂട്ടിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂട് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡെയിലി വൃത്തിയാക്കുന്നതാണ്. വാ ഇതിനെ നമുക്കങ്ങ് പിടിച്ചിടാം. പോരട്ടെ മോനെ, നിങ്ങൾക്ക് തീറ്റ കിട്ടണ്ട ഇപ്പോൾ ഉണ്ടാ. പോരട്ടെ മോനെ. എന്നെ കൊത്തടാ. കൊത്ത്. ഇത് ഭയങ്കര കൊത്തല കൂടിയിട്ടുണ്ട്. പൂവൻ കൊയ്യാൻ തോന്നുന്നു. ഇനി ഇത് ഫയോമീൻ്റെ കുട്ടി കേട്ടോ, സിൽവർ ഫയോമി. പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇതെൻ്റെ അടുത്ത് നിന്ന് മാറൂല. എന്നെ കൊത്താനായിട്ട് ഇറങ്ങി വെക്കുന്ന കണ്ടില്ലേ. എന്നോടെന്തോ ദേഷ്യമുണ്ട്. ഈ ഫുഡ് തടാ അവിടെ കൊടുക്ക്. ഫുഡ് അവിടെ ഉണ്ട്. പോട്ടെ, പോവില്ല. എൻ്റെ അടുത്ത് നിന്ന് പോവില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങോട്ട് വരും. എൻ്റെ അടുത്ത് തന്നെ വരും. അതുകൊണ്ടില്ലേ വരുന്നത്. എൻ്റെ കൈയും കാലും കൊത്തി ഇങ്ങനെ നിൽക്കണം. വാ മോനെ. ഈ ചെറുത് ഇവിടെ ഓടുന്നു. മോനെ ഇങ്ങോട്ട് വാ മോനെ. ഞാനോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ. അയ്യോ, കിട്ടുന്നില്ല. ചെറുതാണെങ്കിലും കിട്ടാൻ കുറച്ച് പണിയാണ്. കിട്ടി മക്കളെ, കിട്ടി. ഇത് സിൽവർ ഫയോമാണ് കേട്ടോ. ഇതെല്ലാം സിൽവർ ഫയോമാണ്. ഇത് പുള്ളിക്കോഴിയാണ്. ഇപ്പോൾ നമ്മളപ്പോൾ ഇതിന് ചെറിയ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ ഉണ്ട്
പ്രാവുകൾ ഇവിടുന്ന് നിലവിളിക്കുന്നത്, എനിക്കെന്താ തരാത്തത്, ഞങ്ങൾക്കെന്താ തരാത്തതെന്ന് ചോദിച്ചിട്ടാണ്. ഇതെല്ലാം സാധാരണ കൂട് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കട്ടെ, നിലവിളിക്കുന്നത് ഒഴിവാക്കുക. ഇത് പ്രാവിൻ്റെ തീറ്റ തന്നെ കേട്ടോ, മിക്സായിട്ട് ചോളം ഗോതമ്പ് എല്ലാം കൂടി മിക്സായിട്ടാണ് ഉണ്ടാവുക. ഗോതമ്പുണ്ടാവും, പിന്നെ റാഗി ഉണ്ടാവും, എല്ലാം കൂടി മിക്സായിട്ട് പ്രാവിൻ്റെ തീറ്റയാണ്. സൂര്യകാന്തി സീഡ്. എന്താ തിന്നത്തെ? പോയിട്ട് തിന്ന്. പോട്ടെ പോയിക്കോ. ആ വീഡിയോക്ക് ഫോക്കസ് ചെയ്യുക, കണ്ടില്ലേ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്ന. തുടങ്ങി. മറ്റേതെന്തായി? വെള്ളം കുടിക്കുന്നുണ്ട്. കുളിക്കാനുള്ള കുളം പറ്റിക്കേ, പക്ഷേ കുളത്തിൽ കയറില്ല. കുളത്തിൽ കയറാൻ മടിയാ. വരും, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കുളത്തിൽ വരും. കുളത്തിൽ നിന്ന് കുളിച്ചിട്ട് ഒറ്റ പ്രാവശ്യം കുളിക്കും. പിന്നെ അവർക്ക് ഈ കച്ചറ വെള്ളം തന്നെ കുടിക്കണം. എത്ര നല്ല വെള്ളം വെച്ച് കഴിഞ്ഞാലും താറാറ് വെള്ളമേ കുടിക്കുള്ളൂ. ഇവിടെ ഇതെല്ലാം ഫുഡ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അറിഞ്ഞും മുറിഞ്ഞും തിന്നുകൊണ്ട് ഫുഡ് ബാക്കിയുണ്ട്, കുറേ ഉണ്ട്. ഇത് തിന്ന് കഴിഞ്ഞാലേ കൊടുക്കുള്ളൂ, ഇല്ല വേസ്റ്റ് ആവും. അപ്പോൾ അതല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് സാധാരണ കൊടുക്കുന്നത്. പിന്നെ കോഴിത്തീറ്റ കൊടുക്കൽ കുറവാണ്. സാധാരണ നമ്മൾ കോഴിത്തീറ്റ കൊടുക്കുന്നത് സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് മാത്രമേ സ്റ്റാർട്ടർ കൊടുക്കുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെയുള്ള തീറ്റകളൊക്കെ കൊടുത്ത് ചിലവ് ചുരുക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അല്ലാതെ നമുക്ക് ഫാം വിജയകരമായിട്ടുള്ള വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോഴിത്തീറ്റ തന്നെ കൊടുത്തിട്ട് റെസ്റ്റ് കൊടുക്കും. അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫീഡ് ചെയ്യേണ്ട സമയത്ത് നമ്മളെന്ത് ചെയ്യും, അവരത്ര ഈ പച്ചക്കറി വേസ്റ്റൊന്നും കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കില്ല. നല്ല ഫുഡ് തന്നെ, നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ഫുഡ് തന്നെ കൊടുക്കും. നമ്മുടെ ഫുഡ് ഇതാ ബാക്കിയുണ്ട്, ഇനിയും ബാക്കിയുണ്ട്. ഇനിയും പകുതി പാത്രമുണ്ട്. എന്നാലും കോഴികൾ കുറച്ച് തിന്നും, കുറച്ച് തിന്നൂല. ഇതെല്ലാം ഇങ്ങോട്ട് വേറെ എന്തോ സാധനം തിരഞ്ഞെടുക്കുക, കണ്ടില്ലേ? ഇതാ പോന്ന് അത്രയും ഫുഡ് കൊടുത്തിട്ട് അടുപ്പിലേക്കാണ് പോകുന്നത്. എന്നാൽ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.